ഹലോ അനിമേ ലവേഴ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് സീസൺ 1 രണ്ടാമത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതിന് മുമ്പുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിലെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് പെട്ടെന്ന് പോയിട്ട് കാണണം, എന്നാലേ ഈ കഥ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു അനിമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. ഇതിന്റെ അനിമേഷൻ കുറച്ചുപേരെ നിരാശപ്പെടുത്തിയെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ഇതിന്റെ അനിമേഷൻ കണ്ടിട്ടല്ല, പകരം ഇതിന്റെ മംഗ വായിച്ചിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുപോലെ ഈ ഒരു കഥയും മറ്റു പല അനിമയുടെയും അല്ലെങ്കിൽ അനിമേഷന്റെയും കഥയുമായിട്ട് ചെറിയ ബന്ധമുണ്ടെന്ന് പലർക്കും തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല. കഥ മുമ്പോട്ട് പോകുന്തോറും ഈ കഥ ബാക്കിയുള്ളതിനെ വെച്ച് വളരെ വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസമല്ല, പകരം ഒരുപാട് വ്യത്യാസമുണ്ട്. സോ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് കാണാതിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും മടിച്ചിരിക്കണ്ട, ഇപ്പൊ തന്നെ പോയി കാണണം. നല്ലൊരു സ്റ്റോറിയാണ്. അനിമേഷൻ ഇനി പോകുന്തോറും അവർ ഇംപ്രൂവ് ആക്കി കൊണ്ടുവരും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കിങ് ഗ്രേയുടെ ഒരു പാസ്റ്റ് ആണ് കാണിക്കുന്നത്. കിങ് ഗ്രേയെ കൊല്ലാൻ ശ്രമിച്ച ഒരു മനുഷ്യന് ശിക്ഷ കൊടുക്കാൻ വേണ്ടി അവരെ പിടിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് വിധി പറയുന്ന ചുറ്റുമുള്ള ആൾക്കാര് ഒരു റോയൽ സെർവന്റ് ആയിരിക്കേണ്ട ഇവൻ അവന്റെ സ്വന്തം രാജാവിന്റെ കഴുത്തെടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നിയമം അനുസരിച്ച് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഇവൻ ചെയ്തത്. അതുകൊണ്ട് കൗൺസിൽ തീരുമാനിച്ചത് ഇവനെയും ഇവന്റെ കുടുംബത്തെയും അവന്റെ സ്വന്തം രാജ്യത്തേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചയക്കാനാണ്. അത് കേട്ട് അവൻ ഷോക്കായി. അത് ശരിയാണ്, ഞാൻ രാജാവിനെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷേ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ പറയുന്ന എന്ത് ശിക്ഷയും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഒരിക്കലും എന്റെ കുടുംബത്തിനെ ഇതിലേക്ക് കൊണ്ടുവരരുത്, അവരെ ഒന്നും ചെയ്യരുത്. എന്റെ രാജ്യത്തേക്ക് ഞാൻ തിരിച്ചു പോയാൽ ഞങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നത് മരണത്തെക്കാൾ വലിയ ശിക്ഷയായിരിക്കും. അതുകൊണ്ട് എന്റെ ഭാര്യയും കുട്ടിയും മാത്രം വെറുതെ വിടണം. കിങ് ഗ്രേ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, എന്റെ കുടുംബത്തിന് വെറുതെ വിടണം എന്ന് പറഞ്ഞ് അവൻ തല കുനിച്ചിരിക്കുമ്പോ അവന്റെ ഭാര്യയുടെയും കുട്ടിയുടെയും അലർന്ന ശബ്ദം അവൻ കേട്ടു. അതുപോലെ കിങ് ഗ്രേയുടെ വാളിൽ ചോരയും. ഒരു മനസാക്ഷിയില്ലാതെ അവന്റെ കുടുംബത്തെ കിങ് ഗ്രേ കൊന്നു. അത് കാണുന്ന അവിടെയുള്ള കൗൺസിൽ കിങ് ഗ്രേ അവരെ കൊന്നു. അല്ല, കിങ് ഗ്രേ അവരോട് കരുണ കാണിച്ചു. രണ്ട് ആത്മാക്കളെയും കിങ് ഗ്രേ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. അത് കേട്ട് അയാൾ കരഞ്ഞുകൊണ്ട് തല താഴ്ത്തി എന്റെ രാജാവേ നന്ദിയുണ്ട് എന്ന് പറയുന്നു. ഇപ്പൊ പ്രസന്റ് കാണിക്കുമ്പോ റെയ്നോൾഡ് ആർത്തറിന്റെ കൂടെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി അവന്റെ കയ്യിലുള്ള വെപ്പൺ അവൻ ആർത്തറിന് കൊടുക്കുന്നു. പക്ഷെ ആർത്തർ അത് വേണ്ടെന്നുള്ള രീതിയിൽ അവന്റെ കയ്യിലുള്ള മരത്തിന്റെ കത്തി എടുത്തു. അതുകൊണ്ട് റെയ്നോൾഡ് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഒരു മരത്തിന്റെ പീസ് എടുത്തു. എന്നിട്ട് ആർത്തറിനോട് തന്നെ അറ്റാക്ക് ചെയ്യാൻ പറയും. അത് കേട്ട് ആർത്തർ പെട്ടെന്ന് തന്നെ റെയ്നോൾഡിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെയ്നോൾഡ് അവന്റെ പവർ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അത് കാണുന്ന ആർത്തർ അവന്റെ പവറും പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഓടി വന്ന് റെയ്നോൾഡിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ റെയ്നോൾഡിന്റെ കയ്യിലുള്ള ആ വടി പൊട്ടിപ്പോയി. ഇതെങ്ങനെയുണ്ട് അച്ഛാ എന്ന് പറഞ്ഞ് റെയ്നോൾഡിനെ നോക്കി ആർത്തർ ചിരിക്കുന്നു. അടുത്ത സീനിൽ റെയ്നോൾഡ് ആർത്തറിനെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ടീച്ചറിന്റെ അടുത്ത് ആക്കണമെന്ന് പറയുന്നു. പക്ഷെ ആലീസ് അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങളല്ലേ പറഞ്ഞ് നിങ്ങൾ സ്വന്തം ഇവനെ പഠിപ്പിച്ചോളാന്ന്. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ ആർത്തറിന് കഴിവ് ഒരുപാടുണ്ട്. അതുകൊണ്ട് അവന്റെ കഴിവിനെ വളർത്താൻ ഒരു നല്ല ടീച്ചറിനെ ആവശ്യമുണ്ട്. അതിന് ആലീസ്, പക്ഷെ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഇവന് പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് റെയ്നോൾഡ് പറയും, നിന്റെ മാജിക് വേറൊരു രീതിയാണ്, അത് നീ മനസ്സിലാക്ക്. അവന് മാന കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് മുറിക്കാൻ കഴിഞ്ഞു. അതുപോലെ അവന് 4 വയസ്സേ ആയിട്ടുള്ളൂ. ഇതെല്ലാം നമ്മുടെ ആർത്തറിന്റെ നല്ലതിന് വേണ്ടിയാണ് എന്നൊക്കെ റെയ്നോൾഡ് പറഞ്ഞിട്ടും ആലീസ് അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ കുട്ടി ആർത്തറിനെ വിടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മകനെ ഇഷ്ടമില്ലേ? ഹേയ്, അങ്ങനെയൊന്നും അല്ല, എനിക്ക് അവനെ ഇഷ്ടമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാം. ഇവനെ ഞാൻ എങ്ങോട്ടും വിടുന്നില്ല എന്ന് പറഞ്ഞ ആലീസ്. അതുപോലെ ആർത്തറിനെ ടീച്ചറിന്റെ അടുത്തേക്ക് ആക്കണമെന്ന് പറഞ്ഞ റെയ്നോൾഡും. അങ്ങനെ രണ്ടുപേരും പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർത്തർ അവരോട്, എന്നാ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ കൂടെ വന്നാലെന്താ? അത് കേട്ട് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് രണ്ടുപേരും പോവാൻ തയ്യാറാവാണ്. ശേഷം അവിടേക്ക് അവരെ കൊണ്ടുപോവാൻ റെയ്നോൾഡിന്റെ ഫ്രണ്ട്സ് വരുന്നു. അവരോട് ആർത്തർ അവനെ പരിചയപ്പെടുത്തി, എന്റെ പേര് ആർത്തർ ലേവിൻ, നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഇവിടേക്ക് വന്ന ഈ റെയ്നോൾഡിന്റെ ഫ്രണ്ട്സ് ട്വിൻ ഹോൺ പാർട്ടിയിലുള്ള മെമ്പേഴ്സ് ആണ്. അതായത് അഡ്വഞ്ചർ ചെയ്യുന്ന ഓരോ സ്ഥലത്തേക്കും യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ഗ്രൂപ്പാണ് ഈ ട്വിൻ ഹോൺ പാർട്ടി. അതുപോലെ റെയ്നോൾഡും ആലീസും ഇവിടെ വന്ന് താമസിക്കുന്നതിന് മുമ്പ് ഈ ട്വിൻ ഹോൺ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിലെ ഇവന്റെ പേരാണ് ആഡം ക്രഞ്ച്. അവൻ ആർത്തറിനോട്, ഞാൻ ഇതിനു മുമ്പ് നിന്നെ കണ്ടിട്ടുണ്ട്, പക്ഷേ നിനക്കത് ഓർമ്മയുണ്ടാവില്ല, കാരണം അന്ന് നീ കുട്ടിയായിരുന്നു. അത് കേൾക്കുന്ന ആർത്തറിന് അവനെ അറിയാം. മുമ്പ് ആർത്തർ കാരണം വീട് പൊട്ടിത്തെറിച്ചപ്പോ ഇവരെല്ലാവരും ചേർന്നിട്ടാണ് അവരുടെ വീട് ശരിയാക്കി എടുത്തത്. ശേഷം അവരുടെ കൂട്ടത്തിലെ ആഞ്ചല റോസ് എന്ന് പറയുന്ന ഒരു പെണ്ണ് ആർത്തറിന്റെ ക്യൂട്ട്നെസ് കണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് നിലത്തിറങ്ങുന്ന ആർത്തറിന് അവരുടെ കൂട്ടത്തിലെ ഡാഡൻ വാക്കർ എന്ന് പറയുന്നവൻ കൈ കൊടുത്തു. അപ്പൊ അവരുടെ കൂട്ടത്തിലെ വണ്ടിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു പെണ്ണ് മാത്രം അവനോടൊന്നും മിണ്ടുന്നില്ല. അപ്പൊ അവരുടെ കൂട്ടത്തിലെ മറ്റൊരു മെമ്പർ, അവളുടെ പേരാണ് ജാസ്മിൻ ഫ്ലെയിം സുഹൃത്ത്. അതുപോലെ എന്റെ പേരാണ് ഹെലൻ ഷാഡ് എന്ന് ആർത്തറിന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അവരെല്ലാവരും ചേർന്ന് അവരുടെ യാത്ര തുടങ്ങി. ഇങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിലിരിക്കുന്ന ആർത്തർ, ഇവിടുത്തെ യാത്രകളെല്ലാം എന്തൊരു പഴയ രീതിയാണ് എന്ന് ആർത്തർ പറയുന്നു. കാരണം അവൻ ഇതിനു മുമ്പ് ജീവിച്ച സ്ഥലത്ത് എല്ലാം മോഡേൺ ആയിരുന്നു. ഇവരെല്ലാവരും പോകുന്നത് സൈറസ് സിറ്റിയിലേക്കാണ്. ഇവർ ജീവിക്കുന്ന ഈ സാപ്പിൻ കിങ്ഡത്തിൽ ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു സിറ്റിയാണ് സൈറസ് സിറ്റി. അവിടെയാണ് രാജാവും പണമുള്ള ആൾക്കാരും ജീവിക്കുന്നത്. ആർത്തറിനെ പഠിപ്പിക്കാൻ കഴിവുള്ള ടീച്ചേഴ്സും അവിടെയുണ്ട്. ഇപ്പൊ അവിടേക്ക് പോകുന്ന ഇവര് വഴിയിൽ വെച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, ഞങ്ങൾ പോകുന്നത് സൈറസ് സിറ്റിയിലേക്കാണ്, പക്ഷെ പോകുന്ന വഴിയിൽ വെച്ച് ഞങ്ങൾ ഒരു പ്രശ്നത്തെ മറികടന്ന് വേണം പോവാൻ. അതായത് ഈ ലോകം അത്ര സേഫ് അല്ല എന്ന് ആർത്തർ ചിന്തിക്കുമ്പോൾ അവിടേക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ ഒരുപാട് കുറുക്കന്മാർ വരുന്നു. അപ്പൊ അവരെല്ലാവരും ചേർന്ന് അവരുടെ പവർ ഉപയോഗിച്ച് ആ വന്ന കുറുക്കന്മാരെ എല്ലാത്തിനെയും കൊന്നു. ഇവരുടെ കൂട്ടത്തിലെ
ആഡം, ഹെലൻ, ജാസ്മിൻ ഇവരും 3 പേരും ആർഗ്യുമെന്റേഴ്സ് ആണ്. അതുപോലെ ഏഞ്ചലയും ഡേർഡനും അവർ 2 പേരും കോഞ്ചറേഴ്സ് ആണ്. അതുകൊണ്ട് ഇവരുടെ നേർക്ക് എന്ത് വന്നാലും ഇവർക്ക് പെട്ടെന്ന് തന്നെ അതിനെ കൊല്ലാൻ കഴിയും. ശേഷം അന്ന് രാത്രി അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലീസ് അവളുടെ ഭക്ഷണം മുഴുവൻ കഴിക്കാതെ അവളുടെ വയറ് നിറഞ്ഞെന്ന് പറയുന്നു. ആ സമയത്താണ് ആലീസ് നേരത്തെ നടന്ന ഫൈറ്റിലെ റെയ്നോൾഡിന്റെ കൈ മുറിഞ്ഞത് കാണുന്നത്. അതുകൊണ്ട് അവൾ അത് ഹീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും ആലീസ് ഹീൽ ചെയ്യുന്നത് ആരും കാണാതിരിക്കാൻ വേണ്ടി അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ആലീസ് റെയ്നോൾഡിനെ ഹീൽ ചെയ്യുന്നുണ്ട്. ഇവരെന്തിനാണ് ആലീസിന്റെ പവർ മറ്റുള്ളവരെ കാണിക്കാതിരിക്കുന്നതെന്ന് വെച്ചാൽ ആലീസ് ഒരു പ്രത്യേകതരം മേജാണ്. അങ്ങനെയുള്ളവരെ പറയുന്ന പേര് എമിറ്റർ. ഈ എമിറ്റേഴ്സിന് ഹീൽ ചെയ്യാനുള്ള പവർ ഉണ്ട്. അതായത് കോഞ്ചറോസിൽ തന്നെ ഒരു പ്രത്യേകതരം ആൾക്കാരാണ് എമിറ്റേഴ്സ്. അവർ ലോകത്തുള്ളത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ അവരെ പിടിക്കാൻ ശ്രമിക്കും. ഇവർ എമിറ്റേഴ്സ് ആണെന്ന് ബാക്കിയുള്ളവർ അറിയുന്നത് ഇവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് റെയ്നോൾഡും ആലീസും ആരും കാണാതെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് വന്ന് ജീവിക്കുന്നത്. ഇപ്പൊ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആഡം റെയ്നോൾഡിനോട്, റെയ്നോൾഡ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്, ഞാൻ അതിന് ആർത്തറിനെ എടുത്തോട്ടെ എന്ന് പറഞ്ഞ ആഡം ആർത്തറിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ചുറ്റുമുള്ളവരെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ആഡം അവന്റെ പവർ പുറത്തേക്ക് കൊണ്ടുവന്നു. അത് കാണുന്ന ആർത്തർ മടിച്ചു നിൽക്കാതെ അവന്റെ പവർ അവന്റെ വെപ്പണിലേക്ക് മാത്രമല്ല അവന്റെ കാലിലേക്ക് കൊണ്ടുവന്നു. അത് കാണുന്ന ആഡം ഷോക്കായി. പെട്ടെന്ന് ആർത്തർ സ്പീഡിൽ ഓടി വന്ന് ആഡത്തിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാണ്. ആ ഫൈറ്റിലെ ആഡത്തിന്റെ അറ്റാക്ക് കാരണം ആർത്തർ ദൂരേക്ക് തെറിച്ചു വീഴുന്നു. അവന് വെറും 4 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ അവൻ നിലത്തേക്ക് വീഴാതെ അവനെ ഏഞ്ചല അവളുടെ പവർ ഉപയോഗിച്ച് പിടിച്ചു. എന്നിട്ട് അവരെല്ലാവരും ആർത്തറിന്റെ കൂടെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തതിന് ആഡത്തിന് ചീത്ത പറയുന്നു. ആ സമയത്ത് ഇത്രയും നേരം മിണ്ടാതിരുന്ന ജാസ്മിൻ ആർത്തറിനോട് നീ എങ്ങനെയാ അത് ചെയ്തതെന്ന് ചോദിക്കുന്നു. അതായത് അവന്റെ പവർ അവൻ കാലിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന്. തുടർന്ന് അവരെല്ലാവരും അവരുടെ യാത്ര വീണ്ടും തുടങ്ങി. പോകുന്ന വഴിയിൽ വെച്ച് അവർ ആർത്തറിന് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അമ്പ ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും എന്ന് തുടങ്ങിയ എല്ലാ പുതിയ കാര്യങ്ങളും ആർത്തർ പതിയെ പതിയെ പഠിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ അവൻ അറിയുന്ന കാര്യങ്ങൾ അവൻ ജാസ്മിനും പറഞ്ഞു കൊടുത്തു. ശേഷം ജാസ്മിൻ ആർത്തറിന്റെ പിറന്നാൾ ദിവസം അവൾ ആർത്തറിന് ഒരു കത്തി കൊടുത്തു. അവൾക്കറിയാത്ത കാര്യങ്ങൾ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തതിന് ഒരു സമ്മാനം എന്ന പോലെ. ആ കത്തിയുടെ പ്രത്യേകത അതിന്റെ അകത്ത് ഒരു കയറുണ്ട്. ഇപ്പൊ ജാസ്മിൻ ആർത്തറിനോട് ഇത്രയും സംസാരിക്കുന്നത് കണ്ട് ബാക്കിയുള്ളവർ അതിശയിക്കുന്നു. കാരണം ജാസ്മിൻ പെട്ടെന്നൊന്നും ആരോടും മിണ്ടാറില്ല. പക്ഷെ ആർത്തറിനെ അവൾക്ക് ഇഷ്ടമായി. ശേഷം അവരവിടുന്ന് പോകുന്നതിന് മുമ്പ് ആലീസിന് എന്തോ സംഭവിക്കുന്നുണ്ട്, അവൾക്ക് വയ്യാതാവുന്നത് പോലെ. അത് കണ്ട് എന്താണെന്ന് ആർത്തർ ചോദിക്കുമ്പോൾ അവൾക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് ആലീസ് പറയാണ്. ശേഷം അവർ വീണ്ടും അവരുടെ യാത്ര തുടങ്ങി. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ച് പെട്ടെന്ന് അവരെ ഒരുപാട് കൊള്ളക്കാർ അറ്റാക്ക് ചെയ്യുന്നു. ആ കൊള്ളക്കാര് മലയുടെ എല്ലാ ഭാഗത്തു നിന്നും അവരെ ചുറ്റി വളഞ്ഞു. എന്നിട്ട് കൊള്ളക്കാർ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഇവർ തിരിച്ച് അവരുടെ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഈ കൊള്ളക്കാരിൽ അധികം ശക്തിയില്ലാത്ത ആൾക്കാരാണെങ്കിലും അവർ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് കൊള്ളക്കാർക്കെതിരെ ഇവർക്ക് ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഫൈറ്റ് ചെയ്യുന്തോറും അവർ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവർ റെയ്നോൾഡിനെ അടിച്ച് അവൻ ഒരുപാട് പരിക്ക് പറ്റി. അതുകൊണ്ട് വണ്ടിയിലിരിക്കുന്ന ആലീസും ആർത്തറും പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പൊ അവരോട് റെയ്നോൾഡ് എനിക്ക് അത്ര വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ നിന്റെ പവർ എന്താണെന്ന് അവർ കണ്ടുപിടിച്ചാൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് ആർത്തർ അമ്മയും കൂട്ടി ഇവിടെ നിന്ന് പോ. അപ്പൊ ആർത്തർ ആവട്ടെ എന്താ നിങ്ങൾ പറയുന്നേ, എനിക്കും തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ കഴിയും, ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് സ്ട്രോങ് ആണ്. അത് കേട്ട് റെയ്നോൾഡ് അവനോട് പറയും എന്നാ നീ നിന്റെ ആ ശക്തി നിന്റെ അമ്മയെ രക്ഷിക്കാൻ ഉപയോഗിക്കുക. നിന്റെ അമ്മയുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. ഇതിനു മുമ്പ് ആലീസ് സുഖമില്ലാത്ത പോലെ പെരുമാറിയത് എന്തുകൊണ്ടാണെന്ന് ആർത്തറിന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആർത്തറിനോട് റെയ്നോൾഡ് നീ ഒരു ചേട്ടനാകാൻ പോവാണ്, അതുകൊണ്ട് എന്റെ എല്ലാ പ്രതീക്ഷയും നിന്നിലാണ്. അപ്പൊ അവിടേക്ക് റെയ്നോൾഡിനെ അറ്റാക്ക് ചെയ്യാൻ കൊള്ളക്കാരുടെ ലീഡർ വരുന്നു. അതുകൊണ്ട് ആർത്തർ പെട്ടെന്ന് ആലീസിന്റെ കൈ പിടിച്ച് അവിടുന്ന് ഓടിപ്പോവാണ്. അപ്പൊ അവരെ പിടിക്കാതിരിക്കാൻ വേണ്ടി റെയ്നോൾഡ് ആ ലീഡറിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പൊ മുന്നോട്ട് ഓടിപ്പോകുന്നവരെ ഒരുപാട് പേര് തടയാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരെ ബാക്കിയുള്ളവർ കൊന്ന് ആർത്തറിനെയും ആലീസിനെയും മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു. അങ്ങനെ മുന്നോട്ട് ഓടിപ്പോകുന്ന ആർത്തർ അവന്റെ മനസ്സിൽ ഞാൻ ഒരുപാട് പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട്, ഇപ്പൊ എന്റെ ജീവന് വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു, ഇതായിരിക്കും എനിക്കുള്ള ശിക്ഷ എന്ന് മനസ്സിലോർത്ത് ആലീസിനെയും പിടിച്ച് ആർത്തർ മുന്നോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മുകളിലുണ്ടായിരുന്ന കൊള്ളക്കാരിലെ ഒരു മേജ് അവന്റെ പവർ കൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പൊ അത് കാണുന്ന ആർത്തർ പെട്ടെന്ന് ആലീസിനെ തട്ടി മാറ്റി. അങ്ങനെ ആ അറ്റാക്ക് കൊണ്ട് അവൻ കൊക്കയിലേക്ക് വീണു പോകുന്നു. വീഴുന്നതിന് മുമ്പ് ആർത്തർ അവന്റെ കത്തിയെടുത്ത് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ആ കത്തിയിലെ കയറ് പുറത്തെടുത്ത് മുകളിൽ നിൽക്കുന്ന കൊള്ളക്കാരന് നേരെ എറിഞ്ഞ് അവനെ വലിച്ചു താഴെയിട്ടു. അപ്പൊ വീണുകൊണ്ടിരിക്കുന്ന ആർത്തറിനെ അവരെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ അവൻ ഒരുപാട് ദൂരേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ആർത്തർ അവന്റെ മനസ്സിലെ ഇതെന്തൊരു വിചിത്രമായിട്ടുള്ള അനുഭവമാണ്, എനിക്ക് ഇവിടെ വന്നിട്ട് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ മനസ്സ് നിറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. അന്നാ മനുഷ്യൻ എന്നോട് എന്താണ് ചോദിച്ചതെന്ന്, അന്നാ രണ്ടുപേരും എന്തിനാണ് കരഞ്ഞതെന്ന്. സ്വന്തം കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവൻ പോകുന്നത് പോലും അവർ നോക്കില്ല, അതിൽ അവർ സങ്കടപ്പെടില്ല. പക്ഷെ അവരുടെ കുടുംബത്തിനെ വിട്ടുപിരിയുന്ന സങ്കടത്തിൽ അവരുടെ കണ്ണ് നിറയും. അതോടൊപ്പം തന്നെ അവരെ രക്ഷിക്കാൻ പറ്റിയതിന് അവർക്ക് സന്തോഷം ഉണ്ടാവും. ആ ഒരു തീരുമാനമാണ് ഞാനിപ്പോ എടുത്തത്, അത് ശരിയാണ്, ഞാനൊരു ചേട്ടനാവാൻ പോവുകയാണ് എന്ന് പറയുന്ന ആർത്തറിന്റെ കണ്ണ് നിറഞ്ഞു. അങ്ങനെ ആർത്തർ പതിയെ ആ കൊക്കയിലേക്ക് വീണു പോവുകയാണ്. അവിടെ കട്ട് ചെയ്താൽ ഒരു ഇരുണ്ട കാട്ടിൽ നേരത്തെ വീണുപോയ ആർത്തർ ഒന്നും സംഭവിക്കാതെ കണ്ണു തുറക്കുന്നു. അവനിപ്പോ എവിടെയാണ് ഉള്ളതെന്ന് ആർത്തറിന് അറിയില്ല. ആ സമയത്ത് അവന്റെ അടുത്തേക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ വലിയ മോൺസ്റ്റർ, ആ ഒരു ജന്തു നടന്നു വന്നു. എന്നിട്ട് അവനോടത് ഗുഡ് മോർണിംഗ് ആർത്തർ എന്ന് പറയുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സോ ആ ഒരു മോൺസ്റ്റർ ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. അതുപോലെ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.